ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ CIC-ക്കെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത മുഷാവറ അംഗങ്ങൾ. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് സംശയിക്കുന്നുവെന്ന് മുഷാവറ അംഗങ്ങൾ ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമി ആശയം ഹക്കീം ഫൈസി ഒളിച്ചുകടത്തുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. CIC-യുമായി സമസ്തയ്ക്ക് ഒരു ബന്ധവുമില്ലെന്നും മുഷാവറ അംഗങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഒരു യൂസുഫ് അസ്ഹരി എന്ന് പറയും, അദ്ദേഹം അവിടെ നിന്ന് ജോലി രാജിവെച്ച് പിന്നെ നേരെ പോയത് ഒരു ജമാഅത്തിന്റെ സ്ഥാപനത്തിലേക്കാണ് അധ്യാപകനായിട്ട് പോയത്. അപ്പോൾ ആ ജമാഅത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നല്ല അതിന്റെ അർത്ഥം. മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആള് അദ്ദേഹം ജമാഅത്തിന്റെ പരിപാടിക്ക് പോവാറുണ്ട്. ഇങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ട്. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്രശ്ശേരി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടിയായാണ് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത്. ഹക്കീം ഫൈസി ആദ്രശ്ശേരി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സമസ്ത മുഷാവറ അംഗങ്ങൾ പറഞ്ഞു. CIC പ്രസിഡന്റായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും അറിയാതെയാണ് ഹക്കീം ഫൈസിയെ CIC-യുടെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തത്. സമസ്ത നേതൃത്വം നേരിട്ട് ചർച്ച നടത്തിയിട്ടും അതിനെ വെല്ലുവിളിക്കുന്ന സമീപനം ഹക്കീം ഫൈസി സ്വീകരിച്ചതെന്നും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ബാക്കവി വടക്കേക്കാട് പറഞ്ഞു. അദ്ദേഹം ഇതുവരെ പറഞ്ഞതനുസരിച്ചും ഇപ്പോൾ പറഞ്ഞതനുസരിച്ചും ഇത് അംഗീകരിച്ച അയാൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അദ്ദേഹം നമ്മളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് സ്വതന്ത്ര സംഘടനയായിട്ട് പോകും, സമസ്ത സ്വതന്ത്ര സംഘടനയായിട്ട് നിന്നോട്ടെ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അതിന് പകരം അദ്ദേഹം വന്നുകൊണ്ട് സമസ്തയെ ആക്ഷേപിക്കുകയും സമസ്ത എനിക്ക് അവസരം തന്നില്ല എന്ന് പറയുകയും സമസ്തയിൽ ശുദ്ധീകരണം വേണം എന്നൊക്കെ തുടങ്ങിയുള്ള വളരെ മോശമായി ഒരിക്കലും തന്നെ സമസ്തയോട് യോജിക്കാത്ത വിധത്തിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിൽ മറുപടി പറയാൻ നിർബന്ധിതരായി. അത്രേ ഇവിടെയുള്ളൂ. നമ്മൾ ഇനി അതിന്റെ പിന്നാലെ നടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അനാവശ്യ വിവാദം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇല്ലാതിരുന്നാൽ മതി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമസ്ത പരമാവധി ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഹക്കീം ഫൈസി ആദ്രശ്ശേരി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സമസ്തയെ തകർക്കാൻ അദ്ദേഹം ശ്രമം നടത്തിയതിന് തെളിവുകളുണ്ട്. സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ ഹക്കീം ഫൈസി ശ്രമം നടത്തിയെന്നും മുഷാവറ അംഗങ്ങൾ ആരോപിച്ചു. സമസ്തയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും നിസ്സഹകരണമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. ആശയപരമായി ഞാൻ പറഞ്ഞു, പല വിഷയത്തിലും ആശയപരമായ ഒരു ഒളിച്ചുകടത്തൽ ആണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. ഈ ഒളിച്ചുകടത്തൽ കൃത്യമായി നിർവഹിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം സമസ്തയെ തകർക്കാൻ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സമസ്തയെയും ലീഗിനെയും നമ്മൾ രണ്ടാക്കണം, തെറ്റിക്കണം. സമസ്തയെയും പാണക്കാട് തങ്ങന്മാരെയും തെറ്റിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് അടുത്ത ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയത് അവരിൽപ്പെട്ട വാഫികളായ വാഫികളായി അദ്ദേഹത്തോട് താല്പര്യമില്ലാത്ത പലരും നമ്മളോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, K ഹൈദർ ഫൈസി പനങ്ങാങ്ങര, അസ്ഗർ അലി ഫൈസി പട്ടിക്കാട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.